നമസ്കാരം. ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണോ? അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? യൂസ്ഫുള്ളാണോ? അതോ നമ്മുടെ പൈസ വേസ്റ്റ് ആകത്തേ ഉള്ളൂ? ഗ്യാസ് എത്രത്തോളം കിട്ടും എന്നൊക്കെയാണ് നമ്മളിതിൽ വളരെ ഷോർട്ടായിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങരുത് എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ വളരെ ടെക്നിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ള ടാലൻ്റുള്ള ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പയറിങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അത് സ്വയം നന്നാക്കിയെടുക്കും. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒരു സ്ക്രൂ പോലും ടൈറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട്. അല്പം തുരുമ്പ് പിടിച്ച ഒരു സ്ക്രൂ എങ്ങനെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധന സാമഗ്രികൾ ഒക്കെ കൈവശം ഇല്ലാത്തവരുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് കൂടി ഇവർ ഈ സാധനം അങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിത്ര വലിപ്പമുള്ള ഒരു സാധനമായതുകൊണ്ട് സാധാരണ നിങ്ങളുടെ വീട്ടിലേക്ക് ചെറിയ വീടുകളിലൊക്കെ ആകുമ്പോൾ നമ്മുടെ 750 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, 1000 അല്ല 750 ലിറ്റർ, ഏകദേശം ആ ഒരു വലിപ്പം ഉള്ള ഒരു ടാങ്കിൻ്റെ ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. അവർ പറയുന്നത് വേറെ ഒരു കണക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഏകദേശം ഇതിൻ്റെ വലിപ്പമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അണുകുടുംബങ്ങളിലൊന്നും നമുക്ക് ആവശ്യത്തിന് വേസ്റ്റ് ഇതിൽ ഇടാനുള്ള വേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. നമ്മുടെ അല്പം മാത്രമേ വേസ്റ്റ് കാണത്തുള്ളൂ. ഗ്യാസ് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതൊരു 40 മിനിറ്റൊക്കെയാണ് ഈ ഗ്യാസ് കിട്ടുന്നത്. വലിയതുണ്ട്, എത്ര വേണമെങ്കിലും വലിയ ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നവരുണ്ട്. അതിൻ്റെ അനുസരിച്ച് വിലയും കൂടും എന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിന് ഏകദേശം ഒരു 20,000 രൂപയൊക്കെ പുതിയതിന് അടുത്താകും. 750 ലിറ്ററിന് ടാങ്കിൻ്റെ വലിപ്പമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് 45 മിനിറ്റ് അല്ലെ 40 മിനിറ്റ് ഗ്യാസ് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിലേക്ക് ദിവസവും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കറിയാം ഈ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ വേസ്റ്റും ഒക്കെ വരുന്നത് അല്പമാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഈ അത്രയും ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനുള്ള വേസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. പിന്നെ ചിലർ പറയാറുണ്ട് ഇതുകൊണ്ട് ദുർഗന്ധം ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുർഗന്ധത്തെ പറ്റി പേടിക്കണ്ട. കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഫൈബർ ടാങ്ക് വരുന്നതിന് മുന്നേ സിമെൻറ്റ് കൊണ്ട് വാർത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ വേസ്റ്റ് ഒഴിക്കുന്ന ഭാഗം, ഇതിൻ്റെ വേസ്റ്റ് പുറന്തള്ളി പോകുന്ന ഭാഗം, അതൊക്കെ സിമെൻറ്റ് കൊണ്ട്, അതൊക്കെ വളരെ വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യമായിരുന്നു. അന്ന് മുതൽ ഞാനിത് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മിക്കവാറും എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ എനിക്കറിയാം. പിന്നെ ചിലർ പറയുന്നത് ഈ പശുവിനെ വളർത്തുന്നവർക്ക് നല്ലതാണ്. ഇതിൻ്റെ ചാണകം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പശു വളർത്തുന്ന ആളാണ്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് നമുക്ക് ഗ്യാസ് കിട്ടും ശരിയാണ്. പക്ഷെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ഈ വേസ്റ്റ് ഇതിൻ്റെ ഏറ്റവും അടിയിലേക്കാണ് പോകുന്നത്. മുകളിൽ നിന്നാണ് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ കലക്കി ഒഴിക്കുന്ന ചാണകം ഇതിൻ്റെ ടാങ്കിന് മുകളിൽ വന്ന് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കാരണം ഇത് തറഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. തറഞ്ഞു പോകും. അപ്പോൾ മുകളിൽ വന്ന് ഇതിങ്ങനെ തറയുന്നത് കാരണം ഗ്യാസ് ഇതിങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ പൊട്ടി വന്ന് ശരിയായിട്ട് ഉൽപ്പാദനം നടക്കുന്നതിന് തടസ്സമായിട്ട് വരും. അപ്പോൾ എന്തു ചെയ്യണം? ഈ ഗ്യാസിൻ്റെ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ മുകളിൽ ആ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ആ ഒരു പോർഷൻ, അത് നമ്മൾ തിരിച്ച് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കമ്പൗണ്ടും ഒക്കെ കലക്കേണ്ടതായിട്ട് വരും. ഇത് വീണ്ടും കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കലക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അത് തിരിച്ചെടുക്കണമെങ്കിൽ വളരെ ശ്രമകരമായിട്ടുള്ള പണിയാണ്. ഒരു 2 പേരെങ്കിലും വേണം അതിന്. ഈ എയർ ടൈറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഗ്യാസ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വായു ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോഴേ ഇത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ മുകളിലേക്ക് വലിക്കുന്നതിനനുസരിച്ച്
ഉള്ളിൽ എയർ വരണം. വന്നു കഴിയുമ്പോൾ ഇത് കുറേശ്ശെ പതുക്കെ നമുക്കിങ്ങനെ അത് നമ്മൾ നല്ല ഒരു പൈപ്പ്, നീളത്തിലുള്ള പൈപ്പ് നമ്മൾ കെട്ടിയിട്ട് പൈപ്പിൻ്റെ രണ്ടറ്റത്തും ഓരോ ആൾക്കാർ പിടിക്കുക. നടുക്ക് നമ്മൾ ഇതുമായിട്ട് ബന്ധിപ്പിച്ചൊരു കയർ കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് ഇതിങ്ങനെ രണ്ട് വശത്തു നിന്ന് ആൾക്കാർ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കലക്കിയ ശേഷമേ, അത് ചാണകത്തിനാണ് ഈ പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ തൊണ്ട്, അങ്ങനെ പുളിപ്പുള്ളത്, മുട്ടത്തോട്, ചക്കക്കുരു, പിന്നെ ശീമച്ചക്ക, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതിന് ഇടല്. അഴുകാത്തതായിട്ടുള്ള സാധനങ്ങളാണ് ഈ ചക്കക്കുരു പോലൊക്കെ ഉള്ളത്. പിന്നെ ഇതിനായിട്ട് പ്രത്യേകം സ്റ്റൗവാണ്. നമ്മളുടെ LPG ഗ്യാസ് ബർണറിനുള്ള ഹോളുകൾ നമുക്ക് കാണാം. ഇത് അതിലും വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഇത് കത്തുള്ളൂ. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള സ്റ്റൗവാണ്. സ്റ്റൗവൊക്കെ വേണമെങ്കിൽ കിട്ടും. അങ്ങനെ മാത്രമല്ല, ഇതിന് നമ്മൾ ഈ പ്ലാന്റും ഈ ബയോഗ്യാസ് സ്റ്റൗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഹോസുണ്ട്. ഈ ഹോസിലൂടെയാണല്ലോ ഈ ഗ്യാസ് വരുന്നത്. അപ്പോൾ ഇതിൽ താഴ്ന്നു കിടക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഇത് നല്ല ഫിൽട്ടർ ചെയ്ത ഗ്യാസ് അല്ലല്ലോ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ജലാംശമുണ്ട്. ഈ ജലാംശം ഈ ബാഷ്പമായിട്ട് വന്നത് ഈ താഴ്ന്ന ഭാഗങ്ങളിൽ, ഹോസ് എങ്ങനെ താഴ്ന്നു കിടക്കുന്നിടത്ത് ഇതിങ്ങനെ വന്ന് വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മളൊരു ട്യൂബിലൂടെ ഓടുമ്പം ഈ ഫുളു എന്നൊരു സൗണ്ടോടെ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിടക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ. നമുക്ക് വാട്ടർ ലെവൽ ഹോസിലൊക്കെ അങ്ങനെ വെള്ളം അങ്ങനെ നിറച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ഈ ഇടയ്ക്കായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ ഈ പൈപ്പ് ഏതെങ്കിലും ഒരു സ്റ്റൗവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഭാഗത്തു നിന്നോ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ വെള്ളം നമ്മൾ കളയണം. അത് ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന് വേസ്റ്റ്, അത് ഈ പറഞ്ഞ പോലെ വെള്ളം നമുക്ക് ഒഴുക്കി വിടാനായിട്ടുള്ള ഇതുകളും വേണം. നമ്മൾ എത്ര മാലിന്യം ഇതിലേക്ക് ഇടുന്നു അതിൻ്റെ അനുസരിച്ച് വെള്ളം പുറന്തള്ളും. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ്, ഒരു ബക്കറ്റിൽ നിറയും വെള്ളം വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കല്ല് നമ്മൾ ഇടുകയാണെങ്കിൽ എന്ത് പറ്റും? അപ്പോൾ അതിന് സമാനമായ തത്തുല്യമായിട്ടുള്ള വെള്ളം നമ്മൾ പുറത്തേക്ക് പോകില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇടുന്ന വേസ്റ്റ് അനുസരിച്ച് വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് വലിയ നാറ്റമൊന്നുമില്ല. അത് ചെടികൾക്കൊക്കെ നമുക്ക് വളരെ 10-1 നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ശരിയാണ്. പക്ഷെങ്കിൽ ഈ വേസ്റ്റ് വെള്ളം നമുക്ക് പുറത്തേക്ക് പോകും. അപ്പം നിങ്ങളുടെ സ്ഥലമൊക്കെ കുറച്ചൊക്കെ ഉള്ള 3 സെൻറ്റ് 4 സെൻറ്റിലും ഒക്കെ താമസിക്കുന്നവരൊക്കെയാണ് അതൊരു പ്രശ്നമാകും. അങ്ങനെ ഈ വേസ്റ്റ് വെള്ളം നമുക്ക് അങ്ങനെ ഒഴുക്കി വിടാനായിട്ട് അങ്ങനെ പറ്റത്തില്ല. അടുത്തുള്ള നമ്മുടെ അയൽവാസികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അങ്ങനെ ഇതാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ. ഞാൻ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ട് നിങ്ങളിത് വാങ്ങാവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപ്പറ്റി ടെക്നിക്കലായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നും അറിയാൻ വയ്യാത്തവരിത് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് പിന്നെ വലിയൊരു ശതമാനവും, ഏകദേശം ഒരു 90% ആളുകൾ, വളരെ ചുരുക്കം ആൾക്കാരൊക്കെ ഇത് വാങ്ങിയിട്ടുള്ളൂ. വാങ്ങിയതിൽ 90-95% ആളുകൾ ഇത് ക്രമേണ ഇത് ഉപേക്ഷിച്ച് കളയുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഗ്യാസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലായി കഴിഞ്ഞാൽ 3/4 മണിക്കൂറൊക്കെ, ഞാൻ പറഞ്ഞ ചെറിയ പ്ലാന്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിൽ താഴുന്നതില്ല. മുകളിലേക്ക് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ല. കാരണം അത് അത്ര നാളുകൾ കൊണ്ട് എല്ലാ ദിവസവും കിട്ടത്തില്ലെന്നാണ് ഇതിനകത്ത് പരസ്യത്തിലൊക്കെ പറയുന്നത്. എല്ലാ ദിവസവും ഗ്യാസ് എല്ലാ ദിവസവും കിട്ടത്തില്ല. കാരണം അതിനുള്ള പിന്നെ വേസ്റ്റ് നമ്മുടെ ഇല്ല ഇടാനായിട്ടുള്ളത്. ഒരു ഫുള്ളാകണേ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ 2 തവണയൊക്കെ ഗ്യാസ് കിട്ടും, അത്രയേ ഉള്ളൂ. ചെറിയ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയത്ത് ഹോട്ടലുകളൊക്കെ നടത്തുന്നവരുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇവരുടെ മാലിന്യം ഇവർക്ക് കൂടുതലാണ്. ഹോട്ടലുകളൊക്കെ നടത്തുന്നവർ ഇഷ്ടംപോലെ വേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്ലാന്റൊക്കെ വെച്ച് അതിനകത്തൊക്കെ ഇത് ഇടാൻ പറ്റും. അപ്പോഴും ഇതിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കേണ്ടതായിട്ട് വരും. ചാണകമാണ് വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ പോലെ തറഞ്ഞു പോവും. മറ്റുള്ളതിന് അത്രയും ഈ തറയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ചാണകമാണ് പ്രശ്നം. ചാണകം നല്ല ഗ്യാസ് കിട്ടും ശരിയാണ്, പക്ഷേ ഇത് മുകളിൽ വന്ന് തറഞ്ഞു കിടക്കും. നമുക്കറിയാമല്ലോ, ചാണകമൊക്കെ ഉറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടില്ലേ.
അതേസമയത്ത് അതൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കുന്നതും ചാണകവും ഇങ്ങനെ വെള്ളം വാർന്ന് ഡ്രൈ ആയിട്ട് കിടക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.